ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? നമുക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിവിടെ ആസ്പത്രിക്ക് പോയേക്കാണ്. അപ്പോൾ ആസ്പത്രിയിൽ ഇരുന്നുങ്ങാണ്ട് ആസ്പത്രിക്ക് പോരുന്ന വിശേഷങ്ങളും ഇതൊക്കെ ഇന്ന് നമ്മൾ ആസ്പത്രി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. കാരണം ഇന്ന് റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞ ദിവസമാണ്. അപ്പോൾ സ്കാനിങ് ചെയ്ത് ടെസ്റ്റും ഒക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലാണിന്ന്. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും ദുആ ചെയ്യും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലൈലാത്താൻ്റെ വീഡിയോയിൽ അനസിനെ കുറിച്ച് കണ്ടപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ചാനലുണ്ടായിട്ട് ഇപ്പോൾ ഞാൻ എന്താ അതിനെക്കുറിച്ചൊന്നും അതിനെക്കുറിച്ച് പറയാത്ത മക്കളെ. എനിക്ക് ഓൻ്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ദുആ ചെയ്യാനും വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്നും ഓൻ പോണ സമയത്ത് 9 മണിക്ക് വിളിക്കും. അന്ന് ഓൻ മരിക്കണ അന്നത്തെ ദിവസം ഓൻ വിളിച്ച സമയത്ത് എനിക്ക് ഓനോട് സംസാരിക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമം കൊണ്ട് എനിക്ക് ശരിക്കും നിങ്ങളോട് പറയാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ലൈലായാലും ഞാനായാലും ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലൈല എൻ്റെ എളാപ്പാൻ്റെ മകളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വേദന കൊണ്ടാണ് ഞാൻ ഓൻ മരിച്ചിട്ടൊരു കൊല്ലം അതിൻ്റെ വിവരങ്ങളോട് ഞാൻ പറയാതിരുന്നത്. പിന്നെ ലൈലാൻ്റെ ചാനലിൽ കൂടുതൽ ആളുകൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയണില്ല. എല്ലാവരും അവന് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. കുറേ പേപ്പറുകളുണ്ട് മാറ്റാനും എടുക്കാനും വെക്കാനും സ്കാനിങ്ങിനും ടെസ്റ്റിനും ഒക്കെ. എല്ലാ റിപ്പോർട്ടും ഇന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാ റിപ്പോർട്ടും നമ്മൾ അയച്ചെങ്ങനെ എടുക്കണം. അത് ഒരാഴ്ചയായില്ലേ, പിന്നെ 1 മാസമായില്ലേ. പിന്നെ അതുമല്ല, ഈ 1 മാസത്തിൻ്റെ ഗുളിക കഴിച്ചതിൻ്റെ ഇത് ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള അതും അറിയണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ എല്ലാ ടെസ്റ്റും എടുത്തിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഈ 1 മാസം മരുന്ന് കഴിച്ചിട്ട് റാഹത്ത് തന്നെയാണ്. അപ്പം എന്നാൽ പിന്നെ പോയി വരട്ടെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അനിയത്തിൻ്റെ മോളെ വിശേഷങ്ങളും ലൈലാത്താൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു ദിവസവും അനു മരിച്ചൊരു ദിവസവും ഇതും ഒരേ സമയത്ത് വന്നപ്പോഴേ നല്ല വിഷമമുണ്ടായിരുന്നു മനസ്സിക്ക്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ആ ഒരു വിഷയം ഓർക്കാൻ പറ്റുന്നില്ല. എൻ്റെ അനിയത്തിൻ്റെ വിഷയം പറയണ്ടല്ലോ. ഓളങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ ഓളയിലും മേലെ നമ്മളായിക്കഴിഞ്ഞാൽ അതൊരു കഷ്ടമല്ലേ. അപ്പോൾ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയൊരു സമയം കൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് ശരിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നും പറയണമായി തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. കാരണം സ്കിപ്പ് ചെയ്യാതെ കാണണേ, അപ്പോഴുള്ളൂ എന്താണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് കാണുള്ളൂ, നമുക്ക് വ്യൂസും വരുള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും.